നമസ്കാരം. ഇന്ന് ബുധനാഴ്ചയാണ്. ബുധൻ എന്ന ഗ്രഹത്തിൻ്റെ അതിദേവത ബുദ്ധിയുടെയും നമ്മുടെ ഇൻ്റലിജൻസിനെയും ഒക്കെ കൂട്ടുന്ന ആളാണ്. അത് ബ്രെയിനിൽ ആക്ട് ചെയ്യുന്ന എനർജിയാണ് ബുധൻ്റേത്, വീനസ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് മൗനം വിദ്വാന് ഭൂഷണം. പക്ഷെ നമ്മളത് കളിയാക്കി പറയാറുണ്ടല്ലേ, അതിമൗനം വട്ടിൻ്റെ ലക്ഷണം. അതെ, അതിമൗനം വട്ടിൻ്റെ ലക്ഷണമാണ്. സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന മാഡ്നസ്, സൈക്കോസിസിൻ്റെ ഒരു സിംറ്റമാണ് അതിമൗനം. ആരോടും മിണ്ടാതിരിക്കുക, ഒരു മ്യൂട്ടായിട്ടിരിക്കുക, ഒരു രീതിയിലും പ്രതികരിക്കാതിരിക്കുക. അതല്ല ഞാൻ പറയുന്നത്. മൗനം, ആവശ്യമില്ലാത്തിടത്ത് സംസാരിക്കാതിരിക്കുക. നിങ്ങളൊന്ന് മൗനം അവലംബിച്ച് നോക്കൂ. 1 മണിക്കൂർ. നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് പല ഋഷീശ്വരന്മാരും അല്ലെങ്കിൽ പല സ്പിരിച്വൽ ആക്ടിവിറ്റിയുള്ള ആൾക്കാരും മൗനവ്രതത്തിലിരിക്കുന്നു എന്ന്. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാവുമോ? നമ്മൾ ആവശ്യമില്ലാതെ നമ്മുടെ വാക്കിലൂടെ കളയുന്ന എനർജി നമ്മുടെ ഇന്നർ സ്പിരിറ്റിലേക്ക് കളയുകയാണെങ്കിൽ, ആവാഹിക്കുകയാണെങ്കിൽ അതിന് ഭയങ്കര ശക്തിയാണ്. ഇപ്പോൾ നമ്മൾ ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നു, നിലവിളിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഉറക്കെ പ്രാർത്ഥിക്കാം, അതുപോലെ ചുണ്ടുകൊണ്ട് വിസ്പർ ചെയ്യുന്നത് പോലെ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ആത്മീയമായി മനസ്സിൽ പ്രാർത്ഥിക്കാം. അതിലേറ്റവും ഉയർന്ന തലത്തിൽ നിൽക്കുന്നത് മൗനമായ പ്രാർത്ഥനയാണ്, ഉള്ളിൽ പ്രാർത്ഥിക്കുന്നത്. കാരണം എന്തെന്നാൽ നമുക്ക് ചുറ്റുമുള്ള സർക്കംസ്റ്റാൻസിലെ ശബ്ദങ്ങളിൽ നിന്നും മറ്റുമൊക്കെ ഒരു കോൺസെൻട്രേഷൻ കിട്ടാനാണ് നമ്മൾ ഉറക്കെ പ്രാർത്ഥിക്കുന്നത്. ആ ഒരു ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ വിസ്പർ ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അതിൻ്റെയും തലം കഴിഞ്ഞാലാണ് നമ്മൾ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നത്. കണ്ണടച്ച് ദൈവത്തിനോട് നമുക്കെല്ലാം സമർപ്പിച്ച് ആ രൂപം അല്ലെങ്കിൽ ആ എനർജി കണ്ട്, ആ വെളിച്ചം കണ്ട് നമ്മൾ അകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നത്. അതാണ് ഏറ്റവും ഫലവത്തായത്. അതുപോലെ തന്നെ കഴിയുന്നത്ര മൗനം പാലിക്കുന്നത് നിങ്ങളുടെ പോസിറ്റീവ് എനർജി കൂട്ടാനും അതുവഴി നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നിങ്ങളിലുള്ള നെഗറ്റിവിറ്റിയെ എമിനേറ്റ് ചെയ്യാനും സഹായിക്കും. നോക്കൂ, വാക്കുകൾ എന്ന് പറയുന്നത് വാളുകളേക്കാൾ മൂർച്ചയുള്ളതാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ ഹിന്ദുമതത്തിൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ രജത് ഗുണവും തമോ ഗുണവും ഉള്ള ആൾക്കാരാണ്, സാത്വിക ഗുണം ഉള്ളവർ കുറവാണ്. ക്രിസ്തു പറയുന്നത് പോലെ ഒരു കവിളിലടിച്ചാൽ മറ്റേ കവിളും കാണിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞത്, അങ്ങനെയുള്ളൊരു സഹനമൊന്നും ആർക്കുമില്ല. ഇപ്പോൾ നീ അങ്ങോട്ട് ഒരു വഴക്കിന് പോവുക, തിരിച്ച് നിങ്ങൾ ഒരു വലിയ കുത്തേറ്റായിരിക്കും വരിക. അല്ലെങ്കിൽ ഒരു പിണക്കം മാറ്റാൻ പോവുക, അതിനിടയിൽ നിങ്ങളായിരിക്കും ഇരയായിത്തീരുക. കാരണം എന്താണെന്നോ, ഇന്നത്തെ മനുഷ്യരാരും മാനുഷിക ഗുണമോ ദൈവിക ഗുണമോ ഉള്ളവരല്ല. അവരിൽ കൂടുതലും, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലും മറ്റുള്ളവർ കൂടുതലും ആസുര ഗുണമുള്ള ആൾക്കാരാണ്. അതായത് അവർ കഴിക്കുന്ന ഫുഡിൻ്റേത് കൊണ്ടാണോ അതോ അതിൽ കൂടെ കിട്ടുന്ന ഹോർമോൺസിൻ്റെ ആക്ഷൻ കൊണ്ടാണോ എന്തുകൊണ്ടാണെന്നറിയില്ല, അവർക്ക് അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺസ്, അതായത് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഹോർമോൺസ്, നമ്മളിപ്പോൾ ഒരു പട്ടിയെ കാണുമ്പോൾ കല്ലെറുത്തെറിയുകയോ അല്ലെങ്കിൽ ഓടിപ്പോവുകയോ ചെയ്യുമല്ലോ, അപ്പോൾ ആ ക്രൈസിസ് മീറ്റ് ചെയ്യാനുള്ള ആ ഹോർമോൺസ്, അതുപോലെ സ്റ്റീറോയിഡ്സ്, കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് ഒക്കെ, അങ്ങനെയുള്ള ഹോർമോൺസൊക്കെ അവരുടെ ലെവൽ കൂടുതലാണ്. എനിക്ക് തോന്നുന്നത് കൂടുതൽ നമ്മൾ വാങ്ങുന്ന ഈ ചിക്കനിലും അതിലുമൊക്കെ ഇങ്ങനെ ഈ ഹോർമോൺസ് കുത്തിവെക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കെമിക്കൽസ് അടങ്ങുന്ന ഭക്ഷണം കഴിച്ചതുകൊണ്ടുമായിരിക്കാം. അപ്പോൾ അങ്ങനെ അഗ്രസീവായിട്ട് എങ്ങനെ പൊട്ടിത്തെറിക്കുമെന്ന് തോന്നുന്ന ബോംബ് പോലെ ഇരിക്കുന്ന ഒരു മനസ്സോടു കൂടിയ മനുഷ്യരാണ്. അവരുടെ നെഞ്ചകം എന്ന് പറയുമ്പോൾ ബോംബ് എക്സ്പ്ലോഡ് ചെയ്യുന്നത് പോലെയാണ് പലരും പോകുന്നത്. വീട്ടിൽ നിന്ന് കുറേ ബഹളം വെച്ച് ദേഷ്യപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും. അത് കഴിയുമ്പോൾ ആ ദേഷ്യമെല്ലാം മനസ്സിൽ അടക്കിക്കൊണ്ടായിരിക്കും 2 വീലറും കൊണ്ട് റോഡിലിറങ്ങുക, അല്ലെങ്കിൽ 4 വീലറും കൊണ്ട് ഇറങ്ങുക. മറ്റുള്ളവരെ പറ്റി അവർക്ക് ചിന്തയില്ല, അവരുടെ ലക്ഷ്യസ്ഥാനത്തെത്തണം, അതിനുവേണ്ടി വളച്ച് തിരിഞ്ഞ് അവർ പോകുന്നു. അവരുടെ വേഗം കണ്ടാലറിയാം ഏതോ സ്റ്റിമുലൻസാണ് അവരെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. അവരുടെ മനസ്സറിഞ്ഞായിരിക്കില്ല അവർ ചെയ്യുന്നത്. നമ്മൾ പറയാറില്ലേ, അമ്മയ്ക്ക് വായുഗുളിക വാങ്ങാൻ പോകുന്നത്, ആ വേഗതയിൽ പോകും. ഓഫീസിലെത്തും. അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ പുറത്ത് കാണിക്കുന്നൊരു പുഞ്ചിരി കാണിക്കും, എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറയും. പക്ഷേ അവിടെയും ചെറിയ ചെറിയ കാര്യങ്ങൾ, അതായത് ട്രിവിയൽ തിങ്സ് കാണുമ്പോൾ അവർ പൊട്ടിത്തെറിക്കും. ഈ വാക്കുകളൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? അന്തരീക്ഷത്തിലേക്ക് പോകുന്ന ഈ വാക്കുകളെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ? ക്രിസ്തു പറഞ്ഞതുപോലെ അകത്തേക്ക് പോകുന്നതല്ല അശുദ്ധം, വെളിയിലേക്ക് വരുന്നതാണ് അശുദ്ധം. അതെ, എല്ലാ രീതിയിലും നമ്മുടെ ശരീരത്തിൽ നിന്നും വെളിയിലേക്ക് വരുന്ന വാക്കുകളായാലും മറ്റ് വർജ്യവസ്തുക്കളായാലും എല്ലാം മലിനമാണ്. അകത്തോട്ട് പോകുന്നതല്ല മലിനം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കുറച്ച് സമയം ഒന്ന് കാമായിട്ടിരുന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ,
ഒരു കഥ ഞാൻ പറഞ്ഞു തരാം. ഒരു ഗ്രാമത്തിൽ ഒരു വൃദ്ധയും വൃദ്ധനുമുണ്ടായിരുന്നു. അവരുടെ മക്കളൊക്കെ അകലെയാണ്. അപ്പോൾ ആ വീട്ടിൽ ഒരിക്കലും വഴക്ക് കേട്ടിട്ടില്ല നാട്ടുകാർ. ഒരിക്കൽ വൃദ്ധ മരിച്ചു, വൃദ്ധൻ തനിച്ചായി. അന്നാണ് നാട്ടുകാർ അവിടെ ചെല്ലുന്നത്. അപ്പോൾ അവരവിടെ ഇങ്ങനെ തുന്നി കെട്ടിയ കുറേ ഉടുപ്പുകളും സോക്സും അങ്ങനെ കുറേ സാധനങ്ങൾ അവർ കണ്ടു. ഇവരെപ്പോഴും ഇങ്ങനെ നൂലുകൊണ്ട് തുന്നി ഓരോ സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുകയായിരുന്നു ഈ സ്ത്രീ. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇങ്ങനെയാണ് നിങ്ങൾ ഇത്രയും നാൾ ഇത്ര സമാധാനത്തോടെ ഒരു ശബ്ദവുമില്ലാതെ ഇവിടെ കടന്നു പോയിക്കൊണ്ടിരുന്നത്? അപ്പോൾ ആ മനുഷ്യൻ കണ്ണുനീരോടെ പറഞ്ഞു, അത് ഞാൻ ഇവിടെ കിടന്ന് ശാസിക്കാറുണ്ടായിരുന്നു, ബഹളം വയ്ക്കാറുണ്ടായിരുന്നു. ഞാൻ ശാസിക്കുന്നതൊക്കെ അവൾ കേൾക്കാത്ത മട്ടിൽ, ചെവി കേൾക്കുന്നില്ല എന്ന മട്ടിലിരുന്ന് അവൾ തുന്നിക്കൊണ്ടിരുന്നു, ഉടുപ്പുകൾ തുന്നുമായിരുന്നു. അതാണ് ഈ കാണുന്ന കൂമ്പാരം, ഉടുപ്പുകളുടെ കൂമ്പാരം. അപ്പോൾ നമ്മുടെ മനസ്സിൽ കോപം വരുമ്പോൾ അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യണം എന്ന് തോന്നുമ്പോൾ നമ്മൾ മറ്റൊരു പ്രവൃത്തിയിലേക്ക് പോവുക. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? നമ്മുടെ മനസ്സിനകത്ത് വരുന്ന ആ കടിച്ചു കയറാനുള്ള ദേഷ്യമുണ്ടല്ലോ, അതിനെ നമ്മൾ ചാനലൈസ് ചെയ്ത് വേറെ ഒന്നിലേക്ക് ഇടുന്നു. അപ്പോൾ ആ വൃദ്ധൻ്റെ കാര്യം ആലോചിച്ച് നോക്കൂ. ഇത്രയും നാൾ തൻ്റെ കൂടെ ഇരുന്ന് തന്നെ ബാക്കി കാര്യങ്ങളെല്ലാം സഹായിച്ചിട്ട് തൻ്റെ ദേഷ്യവും എല്ലാം അവർ ഉള്ളിലേക്ക് വാങ്ങി അവർ അത് ചാനലൈസ് ചെയ്ത് അവർ നല്ല സുന്ദരമായ ഉടുപ്പുകൾ തുന്നിക്കൊണ്ടിരുന്നു അല്ലേ? ഇതുപോലെ നല്ല സുന്ദരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ദേഷ്യം വരുന്ന സമയത്ത് നിങ്ങൾക്ക് പെയിൻറ്റ് ചെയ്യാം, കവിത എഴുതാം, ഒരു പാട്ട് കേൾക്കാം, നല്ല മെലോഡിയസ് ആയിട്ടുള്ള സോങ്. അങ്ങനെ നിങ്ങളുടെ മനസ്സിനെ തന്നെ നിയന്ത്രിച്ച് കുറേയൊക്കെ കഴിയുന്നതും റെസ്പോണ്ട് ചെയ്യാതെ ആ സമയം നിങ്ങൾ ഉള്ളിലേക്ക് ഇങ്ങനെ എന്തെങ്കിലും, നിങ്ങൾ ദൈവവിശ്വാസിയാണെങ്കിൽ ദൈവത്തിൻ്റെ നാമം പറഞ്ഞോ, ഇല്ലെങ്കിൽ വെറുതെ എന്തെങ്കിലും ഒരു പാട്ട് മൂളിക്കൊണ്ടോ ഉള്ളിൽ ഒരു പാട്ട് പാടിക്കൊണ്ടോ എങ്ങനെയെങ്കിലും നിങ്ങളുടെ ദേഷ്യം തീർക്കുക. റെസ്പോണ്ട് ചെയ്യാതിരിക്കുക. കാരണം ഇത് കലികാലമാണ്, അന്തിക്രിസ്തുവിൻ്റെ വരവ് അടുക്കാറായി. ഇപ്പോൾ ഇനി റെസ്പോണ്ട് ചെയ്താൽ നിങ്ങളുടെ ജീവിതം പോലും കുളമാകും. ഓക്കെ, ഞാൻ അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ദിരാഗാന്ധി പറഞ്ഞതുപോലെ വായടയ്ക്കൂ പണിയെടുക്കൂ എന്നല്ല പറയുന്നത്. അതൊരു ബൂർഷ്വാസി തത്വമാണ്. പക്ഷേ ആവശ്യത്തിന് മാത്രം വാ തുറക്കുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിഞ്ഞതാണത്. ആവശ്യമില്ലാത്തടത്ത് വായ തുറക്കുകയും അതിൻ്റെ റെസ്പോൺസ് കാരണം എത്രത്തോളം ഞാൻ പല സ്ഥലങ്ങളിലും അപമാനിക്കപ്പെട്ടു എന്നുള്ളത്. ഇനിയെങ്കിലും നമുക്ക് ഒരു ആത്മവിശകലനം ചെയ്ത് നമ്മിലേക്ക് തന്നെ ചെയ്യാം. നമ്മളെ സ്നേഹിക്കാം. നമ്മളെ സ്നേഹിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്.